ഇവിടെ നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കറിയില്ലെങ്കിൽ രാജ്യത്തിനാകെ അറിയാലോ. ഇലക്ട്രൽ ബോണ്ടിന്റെ നിയമസാധുത ചോദ്യം ചെയ്തത് CPIM ആണല്ലോ. സുപ്രീം കോടതിയിൽ ഹർജി നൽകിയല്ലോ. നിങ്ങൾക്കറിയോ? അത്തരമൊരു ഹർജി നൽകിയ ഏക രാഷ്ട്രീയ പാർട്ടി CPIM ആണ്. അപ്പോ ഉറച്ച നിലപാട് CPIM-നുണ്ട് എന്നല്ലേ അത് കാണിക്കുന്നത്. വേറൊരു സംഘടന ഹർജി നൽകിയിരുന്നു, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്. ആ സംഘടനയും സുപ്രീം കോടതിയിൽ ഈ പറയുന്ന ഇതിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി നൽകിയിരുന്നു. ഈ പറഞ്ഞ സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇലക്ട്രൽ ബോണ്ടുകൾ എടുക്കാൻ ബോധപൂർവം വിസമ്മതിച്ചത് ഒരേ ഒരു പാർട്ടിയാണ്, അത് CPIM ആണ്. ആ കേസിൽ കക്ഷി എന്ന നിലക്കുള്ള CPIM-ന്റെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് ആ കേസിൽ കക്ഷിയായിരുന്ന മറ്റൊരു സംഘടനയുടെ അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൂർണ്ണമായും ഇതിൽ നിന്ന് മാറി നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. സതീശൻ അറിയില്ലേ ഈ ഇലക്ട്രൽ ബോണ്ട് ഇപ്പൊ വാങ്ങാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? സുപ്രീം കോടതി ഇടപെട്ടവർ അറിയില്ലേ? സുപ്രീം കോടതി ഇത് നിയമവിരുദ്ധമാണ് എന്ന് പരസ്യമായി പറഞ്ഞല്ലോ. അപ്പോ അതിനെല്ലാം ഇടയാക്കിയ, ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കിയ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട ബോണ്ട് വാങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകര് തെളിവ് ചോദിക്കുന്നു. അപ്പോ തെളിവെന്റെ കയ്യിലുണ്ട്, പിന്നീട് തരാം. ഇതിനൊക്കെ പറയേണ്ടത് മറ്റൊരു രീതിയിലാണ്. അതൊന്നും പറയുന്നത് ശരിയല്ലായിരുന്നു. ബഹുമാനായ ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് അത് പറഞ്ഞതായിട്ട് കണക്കാക്കിയാൽ മതി. അദ്ദേഹം പറയുന്നത് പറഞ്ഞു നടക്കുകയാണ്. ഇവിടെ CPIM BJP അന്തർധാര നല്ല തോതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള പണത്തിന്റെ കണക്ക് വന്നപ്പോ ആ അന്തർധാര ശരിക്കും മനസ്സിലായല്ലോ. BJP വലിയ സംഖ്യ, 4-1 കോൺഗ്രസ്. അപ്പൊ ആര് തമ്മിലാണ് അന്തർധാര? ഈ രാജ്യം കണ്ടതല്ലേ DLF-ന്റെ കേസ്. സതീശൻ അറിയില്ലേ DLF കേസ് യഥാർത്ഥത്തിൽ ആദ്യം ഉന്നം വെച്ചത് ആരെയായിരുന്നു? പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേര. അദ്ദേഹത്തിനെതിരെയാണ് 2013 ഈ DLF ഭൂമി ഇടപാട് കേസിൽ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ വലിയ പ്രചരണമായിട്ട് BJP അത് ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പിന്നെ കുറെ നാളത്തേക്ക് അത് നിശ്ചലമായി.